പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. രാവിലെ ഒരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് 2 ഗ്ലാസ് വെള്ളവും 2 ഗ്ലാസ് പാലും ഒഴിച്ചു. സ്റ്റൗ കത്തിച്ച് ചായ അടുപ്പത്ത് വെച്ചു. ഈ സ്റ്റൗ ആണെങ്കിൽ കറണ്ട് കുത്തിയാണേലും ഈ ഓൺ ചെയ്യാവുന്നതാണ്, തീ കത്തിക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് പേടിയാണ് അങ്ങനെ കത്തിക്കുന്നത്. ഞാനാണ് എപ്പോഴും ലൈറ്റർ ഉപയോഗിച്ചാണ് കത്തിക്കുന്നത്. പിന്നെ തേയിലയും പഞ്ചസാരയും എടുത്തുകൊണ്ട് വെച്ചു. അപ്പോഴാണ് അറിയുന്നത് പഞ്ചസാര ബോട്ടിലില്ല. പിന്നെ പഞ്ചസാര മറ്റൊരു ടിന്നിൽ നിന്നും ഇട്ട് കൊടുത്ത വഴി കുറേ നിലത്ത് പോയി. നിലത്ത് പോയത് ഞാൻ അറിഞ്ഞേയില്ല. ഒടുവിലാണ് കാണുന്നത് അയ്യോ നിലത്ത് പോയത്. പിന്നെ അതെല്ലാം ഒരു 2 സ്പൂണിനുള്ളത് പോയി. പിന്നെ അതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തു. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടി ഒരു മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു. മുട്ടക്കറിക്ക് വേണ്ടി കുക്കറിലോട്ട് മുട്ടയിട്ട് പുഴുങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അതാകുമ്പോൾ 2 സീറ്റ് അടിക്കുമ്പോഴത്തേന് മുട്ട വെന്ത് കിട്ടും. അതിനു വേണ്ടി കുക്കറിൽ വെള്ളം പിടിക്കുകയാണ്. വെള്ളം പിടിച്ചു 3 മുട്ട എടുത്ത് കഴുകി വൃത്തിയാക്കി ആ വെള്ളത്തിലേക്കിട്ടു. അതിനുശേഷം ഉപ്പുപൊടിയൂടെ ഇട്ട് കൊടുത്തു. പിന്നെ കുക്കർ അടച്ച് സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വെച്ചു. പിന്നെ ആട്ട കുഴയ്ക്കാമെന്ന് തീരുമാനിച്ചു. ഗോതമ്പ് പൊടി എടുത്തുകൊണ്ട് വന്ന് ആട്ട ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അധികം പേരില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും മതിയാകും. ഇന്ന് വെട്ടുകാരനൊന്നുമില്ല, അയാൾക്ക് ഭക്ഷണം കൊടുക്കണ്ട, പിന്നെ ഞങ്ങൾക്കുള്ളത് മതിയല്ലോ. പിന്നെ ആട്ടപ്പൊടിയിലേക്ക് വേണ്ടുന്ന ഉപ്പുപൊടി ഇട്ട് കൊടുത്തു. വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ തുടങ്ങി. പൊടികളെല്ലാം ഉപ്പുമായിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം അതിലേക്കൊന്ന് തളിച്ച് കൊടുത്തുന്നു. പൊടി ആദ്യം നനച്ചു.
ആ സമയം ചായ തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആട്ടയെല്ലാം കുഴച്ച് അത് മാറ്റി വെച്ച ശേഷം ചായ ഒഴിച്ചു. അമ്മയ്ക്കും മോനുമുള്ള ചായ കൊടുത്തു. ചായ കൊടുത്തപ്പോഴാണ് മോൻ പറയുന്നത് എനിക്ക് ചായ വേണ്ട എന്ന്. മോൻ ചായ ഈ ദിവസങ്ങളിലൊന്നും ചായ കുടിക്കുന്നില്ലായിരുന്നു. കാരണം നല്ല പനിയും നല്ല കഫവും ഉണ്ട്. കഫക്കെട്ടുള്ളതുകൊണ്ട് എനിക്ക് ചായ വേണ്ട, കടുങ്കാപ്പി മതിയെന്ന് പറഞ്ഞു. ഞാനോർത്ത് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെന്നും വെച്ചാണ് ചായ കൊടുത്തത്. പക്ഷേ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനും ഒരു ഗ്ലാസ് ചായ എടുത്തു കുടിച്ചു. പിന്നെ മോന് വേണ്ടിയാണെങ്കിൽ ഞാൻ കടുങ്കാപ്പിയാണ് അനത്തുന്നത്. രാവിലത്തെ ഭക്ഷണം കഴിച്ച ശേഷം കൂനന് ഉറുമ്പെന്നൊക്കെ പറയും. അത് ഒത്തിരി മണ്ണാണെങ്കിൽ ഇങ്ങനെ മരത്തിൻ്റെ ചൂടെല്ലാം കുത്തി ഭൂമിക്കടിയിലുള്ള മണ്ണെല്ലാം കൊണ്ട് മണ്ടയ്ക്ക് വെക്കും. ആ മരത്തിന് കുറച്ച് ഉപ്പുകല്ലിട്ട് കൊടുക്കാം, അത് ചിലപ്പം ചത്ത് പോകുമായിരിക്കുമെന്നും പറഞ്ഞ് ഞാൻ 2-3 പാക്കറ്റ് ഉപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു ഉപ്പിട്ടൊന്ന് നോക്കാം, നമുക്ക് പരീക്ഷിച്ച് നോക്കാം, ചിലപ്പം അത് ചത്ത് പോകുമായിരിക്കുമെന്ന്. അങ്ങനെ പരീക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. എന്നാൽ ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആകാമെന്ന് വിചാരിച്ചു. പിന്നെ മോന് കടുങ്കാപ്പി എടുക്കാനായിട്ട് ഒരു കെറ്റിലിൽ കുറച്ച് വെള്ളം വെച്ചു. അത് തിളപ്പിച്ച് അവന് പിന്നെ തൊണ്ടയ്ക്ക് വേദനയുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കഫക്കൊള്ളാനെ കൊണ്ടാണ് വെള്ളം കൂടുതലായിട്ട് വെച്ചത്. പിന്നെ കടുങ്കാപ്പി അതിൽ നിന്നും ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞ് പഞ്ചസാരയ്ക്ക് മധുരമില്ല എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ മുട്ടക്കറിക്ക് വേണ്ടി കുറച്ച് സവാള എടുത്ത് ഒരു 3-4 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ ചുമന്നുള്ളിയുടെ അത്രയേ ഉള്ളൂ, ചെറിയ സവാളയാണ്. 3-4 സവാള എടുത്ത് അതൊന്ന് പൊളിച്ച് ക്ലീനാക്കിയിട്ട് അരിഞ്ഞു വെച്ചു. കൂടെ ഇഞ്ചിയെ വെളുത്തുള്ളിയെ അതെല്ലാം ചെറുതായി അരിഞ്ഞ് ഒരു പഴുത്ത തക്കാളിക്കായി അരിഞ്ഞ് വെച്ചു. പിന്നെ പാലിന് പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അയാൾ പാല് കൊണ്ടുപോകുമ്പോൾ ഞാൻ അവിടെ ഇല്ല എങ്കിൽ തന്നെ പാത്രത്തിൽ പാലൊഴിച്ച് വെച്ചിട്ട് പോകും. തിരിച്ച് വന്ന് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ട് കടുകിട്ട് അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് കൊടുത്തു. വടലാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് കൊടുത്തു. അങ്ങനെ മുട്ടക്കറി ഞാൻ തയ്യാറാക്കി വെച്ചു. പിന്നെ ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനത് നല്ലതായിട്ട് മയമായി. അത് ചപ്പാത്തി ഉണ്ടാക്കി. പാർട്ട് 1ഉം പാർട്ട് 2ഉമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി അത് ഞങ്ങൾ കഴിച്ചു. അതിനുശേഷം പിന്നെ കൂനനു ഉറുമ്പ് മണ്ണ് ചാടിച്ചെന്ന് പറഞ്ഞില്ലേ, അവിടെ പോയി പണി ചെയ്യാനായിട്ട്
പോകാൻ തുടങ്ങിയാണ്. ആ വീഡിയോ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് കാണിക്കുന്നതായിരിക്കും. ചപ്പാത്തിയെല്ലാം പരത്തി ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കി ഞങ്ങളത് കഴിച്ചു. കഴിച്ചതിന് ശേഷം മോന് ക്ലാസ്സിന് പോകണമായിരുന്നു. അവൻ പോയി. ഞങ്ങൾ ഞങ്ങളുടെ പണിക്കും പോയി. ഇനിയും നമുക്ക് പറമ്പിലോട്ട് പോകാം.